ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലത്തെ പണിത്തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ? എൻ്റെ പണിത്തിരക്കുകളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു ചെടി ശ്രദ്ധിച്ചത്. ഇതിൻ്റെ കുറച്ച് ഇലകളൊക്കെ കേടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ചെടി നഴ്സറിയിൽ അത്യാവശ്യം വിലയുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് നല്ല ഭംഗിയിലൊക്കെ നിർത്തണമല്ലോ. ശരിക്കും നമ്മളിതൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ വിലയൊക്കെ നമ്മൾ അറിയുന്നത് കേട്ടോ. പക്ഷെ ഞാനിത് വാങ്ങിയതല്ല കേട്ടോ. നമ്മുടെ അമ്മയുടെ കയ്യിൽ ഇതൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ചെടികൾ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അഗ്ലോണിമയുടെ വെറൈറ്റി ആണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ എനിക്ക് ചെടികളുടെ പേരിനെ പറ്റിയിട്ടൊന്നും വലിയ പിടുത്തമൊന്നും ഇല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ പൂന്തോട്ടം അല്ലെങ്കിൽ ചെടികൾ എന്നൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഓടി ചെല്ലുന്നത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പൂന്തോട്ടം ഉണ്ടാക്കുന്ന കഥയൊക്കെയാണ് കേട്ടോ. ഞാനും എൻ്റെ ചേട്ടനും കൂടെ നല്ല സ്നേഹത്തോടു കൂടെ ആയിരിക്കും ചിലപ്പോൾ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കുക. 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാനും ചേട്ടനും നല്ല അടിയാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കളക്ട് ചെയ്ത് വന്ന ചെടികളൊക്കെ ഞാൻ പറിച്ച് വേറൊരു പൂന്തോട്ടത്തിലേക്കും, ചേട്ടൻ കളക്ട് ചെയ്ത് വന്ന ചെടികളൊക്കെ ചേട്ടൻ പറിച്ച് വേറൊരു പൂന്തോട്ടത്തിലേക്കും നടും. അങ്ങനെ ഞങ്ങളുടെ ഒന്നായിരുന്ന പൂന്തോട്ടം പിന്നെ 2 പൂന്തോട്ടമായിട്ട് മാറും. പിന്നെ നമ്മൾ ചേട്ടൻ്റെയും അനിയത്തിയുടെയും പിണക്കമൊക്കെ അല്ലേ, അതിനധികം ആയുസൊന്നും ഉണ്ടാവാറില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ പിന്നെ ആദ്യ സ്നേഹത്തിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആദ്യം ഈ ചെടിയൊക്കെ പറിച്ച് ഞങ്ങൾ ഒരു പൂന്തോട്ടമാക്കി വെക്കും. പിന്നെ പതിവ് പോലെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ ആദ്യം ഞങ്ങൾ അടിയാവും. അപ്പോൾ ഞാൻ കളക്ട് ചെയ്തത് ഞാൻ വേറെ പൂന്തോട്ടം, ചേട്ടൻ കളക്ട് ചെയ്തത് ചേട്ടൻ വേറെ പൂന്തോട്ടം. അങ്ങനെ ഞങ്ങളുടെ ചെടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അവസാനം ഈ ചെടികളൊക്കെ വാടിക്കരിഞ്ഞ് പോവും. പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കാതെ ആവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനും ചേട്ടനും കൂടെ ആദ്യം പൂന്തോട്ടം നിർമ്മിക്കും. പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നല്ലേ. ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നുമെങ്കിലും നമ്മളങ്ങനെ വിഷമിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മളുടെ ഇപ്പോഴുള്ള ലൈഫ് എങ്ങനെയാണോ അത് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കാം. അന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടിക്കാലം തന്നെയാണെന്ന്. പക്ഷെ അതൊന്നും അന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അത് നല്ലതുപോലെ അറിയാം കേട്ടോ.